ശിവാനി പരീക്ഷ പേപ്പറിൽ ഫുൾ എഴുതിനാ. അതെന്താടി നീ അങ്ങനെ ചോദിച്ചാ? കുറച്ചുള്ള എഴുതിയിട്ട് ഓള് വെറുതെ പറയാൻ മലയാളക്കൊക്കെ പരീക്ഷ പേപ്പർ എത്തുമ്പോൾ ഫുൾ മാർക്കേ തരാം. അതല്ലേ ചെറിയ മലയാളക്കൊക്കെ ഫുൾ മാർക്കേ തരാം. നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്ന? പിന്നെ സങ്കടപ്പെടേണ്ട ടീച്ചർ പേപ്പർ ഉണ്ടായില്ലേ, അതിന് സങ്കടപ്പെടുകയല്ലേ ചെയ്യണ്ടേ? എക്സാമിന് വരുമ്പോൾ പഠിച്ചിട്ട് വരികയണ്ടേ? ഞാൻ പഠിച്ചാൽ കുറേ നോക്കിയേക്കും, പക്ഷെ ഒന്നും എന്റെ തലയിൽ കയറുന്നില്ലേ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അയ്യോ ടീച്ചർ, കയ്യിൽ പേപ്പർ ഉണ്ടല്ലോ. എന്താ ആർക്കൊരു ഉഷാറില്ലാത്ത? എല്ലാരും എണീറ്റ് എന്നിട്ടൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് സിറ്റോ. എന്താ പറ നിന്റെ മാത്രം വിഷമം? അതൊന്നുമില്ല ടീച്ചർ. അപ്പൊ എല്ലാരും എക്സാമിന് പഠിച്ചിട്ടാണോ എഴുതുന്നത്? ആ ടീച്ചർ, കുറച്ചൊക്കെ പഠിച്ചിരുന്നു. 2-3 ആൾക്കാർ ഇവിടെ പഠിച്ചാൽ എഴുതിക്കണല്ലോ. അത് പിന്നെ പാറ എന്താ പിശിക്കണ? പാറ എഴുതിയിട്ടില്ലേ? കുറച്ച്. അതെന്താ കുറച്ച്? അപ്പൊ വീട്ടിൽ നിന്ന് എന്താ പഠിച്ചിരുന്നില്ലേ? അത് പിന്നെ ഫുൾ പഠിക്കാൻ പറ്റില്ല. അതേതായാലും നന്നായി. അതെന്താ ടീച്ചർ? അല്ല, കൊട്ട മാർക്ക് ഉണ്ടാവുകൊണ്ട് പറഞ്ഞ. അല്ലെങ്കിൽ ഈ പാറുവിന് എപ്പോഴും കൊട്ട മാർക്ക് തന്നെ കയറും. പാറു, നീ എന്നായിരുന്നു തിരിച്ചു വരിക? ഓള് പഠിക്കണം എന്ന് വിചാരിച്ച അന്നേനെ തിരിച്ചു വരാൻ പറ്റൂല പാറു. പേപ്പർ താ ടീച്ചർ. അതാരാ അവിടുന്ന് പറയുന്നത്? അത് വിഷ്ണുക്കുട്ടനാ ടീച്ചറെ. നല്ലോണം എഴുതിക്കണേ, അതുകൊണ്ടാവും പേപ്പർ വായിച്ചണേ. അല്ലേ വിഷ്ണു? പിന്നെ അല്ലാതെ ഞാൻ ഫുൾ എഴുതിക്കണം. അതൊക്കെ എന്റെ പേപ്പർ നോക്കിയപ്പോ തോന്നിയിരുന്നു. എന്നാൽ നമുക്ക് പേപ്പർ എഴുതാൻ തുടങ്ങിയല്ലേ? ശിവ. യെസ് ടീച്ചർ. ഗുഡ് ഗേൾ. 40-40 കേട്ടോ. നീ എല്ലാവരും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. യെസ് ടീച്ചർ. ഓൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഓളൊന്നും എഴുതിയിട്ടില്ല പോലും. എന്നിട്ട് 40-40 ഓൾക്ക് ഒരു മാർക്ക് പോലും കുറഞ്ഞിട്ടില്ല. ഇവൾക്കൊക്കെ ഇതിന് മാത്രം ബുദ്ധി എവിടെ വരുന്നതാവും? 40-40 ഉണ്ട്, പക്ഷെ അക്ഷരത്തെറ്റ് കുറച്ചൊക്കെ ഉണ്ട്. അതടുത്ത പരീക്ഷയിൽ ശരിയാക്കൊണ്ട് കേട്ടോ. എന്നാലും ടീച്ചർ ഈ എഴുതിയത് കണ്ടപ്പോൾ തന്നെ ടീച്ചർക്ക് മനസ്സിലായി ഫുൾ പഠിച്ചിരിക്കണമെന്ന്. അതാ ടീച്ചർ 40-40 ഇട്ട്. ഓക്കെ ടീച്ചർ. ക്ലാസ്സിൽ മാത്രം ടോപ്പായ പോരട്ടോ, സ്കൂളിലും കൂടി ടോപ്പാണ് കേട്ടോ. ശ്രമിക്കാം ടീച്ചർ. ടീച്ചർക്ക് ക്ലാസ്സിലും ടോപ്പായ പോരത്ര, സ്കൂളിലും ടോപ്പാണത്ര. അല്ലെങ്കിൽ തന്നെ പഠിപ്പിന്റെ തല അവൾക്ക് ഫുൾ ടൈം ബുക്കുമേ. എനിക്കൊക്കെയാണ് ഈ ബുക്ക് എടുത്ത് അപ്പർക്കം വരും. ഇത് എന്ത് ജന്തുവാണാവോ? എന്നാ വാങ്ങിച്ചോളൂ ശിവ. താങ്ക് യു ടീച്ചർ. ഓക്കെ ഗുഡ് ഗേൾ. അടുത്തത് പാറു. അയ്യോ ഞാനോ? എന്താ പാറു ഇത്? നിനക്ക് കുറച്ചേലും പഠിച്ചു തന്നൂടെ? നീ ഇപ്പൊ എല്ലാ പരീക്ഷയിലും 0 ആണല്ലോ മേടിച്ചത്. എന്ത് പറ്റി നിനക്ക്? നീ വീട്ടിൽ പഠിക്കണില്ലേ? പോട്ടെ, ഈ ക്ലാസ്സിൽ ഒരു 5 മിനിറ്റ് ശ്രദ്ധിച്ചാൽ നിനക്ക് ഈ 40 ഒരു 20 മാർക്കെങ്കിലും ജയിക്കാനുള്ള മാർക്കെങ്കിലും കിട്ടിയില്ലേ? അതിനെങ്ങനെ ക്ലാസ് എടുക്കുന്ന ടൈമിലുള്ള വർത്താനം പറഞ്ഞിരിക്കും, പിന്നെ എക്സാമിന്റെ ടൈമിൽ പഠിക്കൂല, പിന്നെ എങ്ങനെ മാർക്ക് ഉണ്ടാവുക? നിന്റെ അമ്മനെ നിനക്ക് കാണണം കേട്ടോ. PTA മീറ്റിങ്ങിന് വരുമ്പോ അമ്മനോട് നിന്നെ കാണാൻ പറയണ്ടോ? ഓക്കെ ടീച്ചർ. എന്നാ വാങ്ങിക്കോ. കൂടുതൽ നേരം എന്റെ അടുത്തിരുന്ന് കഴിഞ്ഞാലേ ചൂടാവും. ഓക്കെ ടീച്ചർ. എന്നിട്ട് അവൾ ഒരു ഉളുപ്പില്ലാത്ത നിർത്താൻ നോക്കിക്കേ. പിന്നെ ഈ പാറു അടുത്ത എക്സാമിന് പഠിച്ചിട്ടില്ലെങ്കിൽ 0 തന്നെയാണ് ഈ ക്ലാസ്സിൽ കുത്തിരിക്കേണ്ടി വരും കേട്ടോ. പിന്നെ എനിക്ക് ഇവരൊന്നും കൂട്ടിലുണ്ടാവില്ല, അവരൊക്കെ മുകളിലത്തെ ക്ലാസ് പോവും. പിന്നെ നീ മാത്രം ഇവിടെ തോറ്റിരിക്കേണ്ടി വരും കേട്ടോ. പഠിക്കണം എന്നുണ്ടെങ്കിൽ പഠിച്ചോ, അല്ലെങ്കിൽ ഇവിടെ തന്നെ കുത്തിരിക്കാം അടുത്ത വർഷം. അത് വേണ്ട ടീച്ചർ, ഞാൻ പഠിച്ചോളാം. പഠിച്ചിട്ട് കണ്ടാ മതി. നാണം കേട്ടെ. അടുത്ത ലച്ചു. നീ അങ്ങോട്ട് എഴുതിയതൊന്നും ഫുള്ള് ശരിയായിട്ടില്ലല്ലോ. അതെന്താ ടീച്ചർ? എഴുതിയതിൽ ഫുള്ള് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു. അടുത്ത എക്സാമിന് കറക്റ്റ് ആക്കാം കേട്ടോ. ഓക്കെ ടീച്ചർ. എത്ര ഉണ്ട്? 40-25. നിനക്ക് ഞാൻ ഇത്ര നല്ല പ്രതീക്ഷിച്ചിരുന്നു, കുറച്ചുകൂടി മേടിക്കാം കേട്ടോ. ഓക്കെ ടീച്ചർ. ഇന്നാ വാങ്ങിക്കോ. താങ്ക് യു ടീച്ചർ. അപ്പു. യെസ് ടീച്ചർ. നിനക്ക് എന്താണ് എണീറ്റിക്കാന്ന് വയ്ക്കൂലേ? നിന്ന് ടീച്ചർ. നിനക്ക് എത്ര മാർക്ക് ഉണ്ടാവും നിന്റെ ഒരു ഊഹത്തില്? എനിക്ക് 40-35 ഉണ്ടാവും. അപ്പൊ നല്ല പൂതിയിലാണല്ലോ. എത്ര ടീച്ചർ? 40-10. എന്താ അപ്പു, നിനക്ക് കുറച്ച് പഠിച്ചൂടെ? നീ ആ അബുവിന്റെ ഒപ്പം നടന്നിട്ട് ഫുൾ കേടായിക്കണു. കുറച്ചൊന്ന് പഠിച്ചിരുന്ന കുട്ടിയായിരുന്നു, ഇപ്പൊക്കെ ചീത്തയായിക്കണു. നീ അവിടുന്ന് തന്നെ മാറ്റിയിരുത്തണം, മുമ്പ് സീറ്റിക്ക് ഇരുത്തണം. വേണ്ട ടീച്ചർ, ഞാൻ പഠിച്ചോളാം. അത് ടീച്ചർ നോക്കിക്കൊണ്ടിട്ടോ. ഇപ്പൊ പേപ്പർ അടിച്ച്. ഓക്കെ ടീച്ചർ. ഞാൻ ഇത്ര നല്ല പ്രതീക്ഷിച്ചു, ഞാനൊരു 35 പ്രതീക്ഷിക്കുന്നു. എന്താ പോന്റെ ഒരു മോഹം? ആ 10 കിട്ടിയത് പോരാ എനിക്ക് അതേലും ഉണ്ടോന്നാവും. വിഷ്ണു. യെസ് ടീച്ചർ. വിഷ്ണു, നീ നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ. യെസ് ടീച്ചർ, ഞാൻ ഫുൾ പഠിച്ചിക്കണു. എത്ര ടീച്ചർ? 40-30. എന്ത്, എനിക്ക് എന്നേക്കാ മാർക്കോ? ഈ എക്സാമിൽ നീ അപ്പൂനെക്കാട്ടിലും പഠിച്ചിട്ടുണ്ടല്ലോ. യെസ് ടീച്ചർ, ഞാൻ വീട്ടിൽ കുത്തിരുന്ന് പഠിച്ചിരുന്നു. ഗുഡ് ബോയ്. എന്ന പേപ്പർ വാങ്ങിച്ചോളൂട്ടോ. താങ്ക് യു ടീച്ചർ. ഞാൻ വിചാരിച്ചു നീ നുണ പറയക്കാരെന്ന്. അപ്പൊ ഉള്ളത് തന്നെയല്ലേ? നീ പഠിച്ചിരുന്നോ? നീ നുണ അറിയില്ലേ? എന്നിട്ട് അതിന് ഒന്നെങ്കിലും എനിക്ക് പറഞ്ഞാൽ എനിക്ക് 10-ൽ 20 പറഞ്ഞു. എടാ പൊട്ടാനാണ് ശിവന്റിയിൽ നോക്കി എഴുതിയതാ. ഓളിന്റെ അപ്പുറത്തല്ലേ ഇരുന്നത്. അപ്പോൾ ഓൾ എഴുതുമ്പോൾ ഞാൻ ഓളെ നോക്കിയിട്ട് എഴുതിയിരുന്നു. അതുണ്ടായത്. അപ്പൊ ഞാൻ എനിക്ക് പറഞ്ഞുതരാൻ നോക്കുമ്പോൾ ഈ പേപ്പർ എടുത്ത് നീച്ചേക്കണം. പിന്നെ ഞാൻ എനിക്ക് എന്താ പറഞ്ഞു തരിക? ഇനിയിപ്പോ പറഞ്ഞാൽ മതിയല്ലോ. എന്നിട്ട് ഓൾ എനിക്ക് കാണിച്ചു തന്നോ? ഓള് കാണിച്ചു തന്നിട്ടൊന്നുമില്ല. ഓള് കാണാതെ ഞാൻ ഇടങ്ങന്നിട്ട് നോക്കി എഴുതിയതാ. ഞാൻ വിചാരിച്ചു കഴിഞ്ഞ എക്സാമിന് ഞാൻ ഓളെടുത്തിരുന്നു. അപ്പോൾ ഓൾക്കൊന്ന് കാണിച്ചു തരുക പോലും ചെയ്തില്ല. ഓള് പൊത്താൻ പിടിച്ചിട്ടേ എഴുതിയത്. അതിനൊക്കെ ഒരു കഴിവ് വേണം മോനെ. അതുകൊണ്ട് ഏതായാലും എനിക്ക് ഈ എക്സാമിന് ഗോളടിച്ചു. 40-30 എനിക്ക് ആലോചിക്കാനും കൂടി വെച്ചു. നോക്കടാ, അടുത്ത എക്സാം ഞാൻ എന്നേക്കാൾ മാർക്ക് മേടിച്ചോന്ന്. അപ്പൊ ഞാൻ 40-40 മേടിച്ചിട്ടോ. അപ്പൊ ഓളിന്റെ അടുത്ത് തന്നെയാണെങ്കിൽ ഞാൻ 40-40 ഓളിൽ നോക്കി ചെയ്തു. ഞാൻ ടീച്ചറിനോട് പറഞ്ഞു കൊടുക്കും. എന്താ അവിടെ ഒരു പുഷ്പിഷ്കല്? ഇങ്ങോട്ട് നോക്കി അബുവിന്റെ പേപ്പറും കൂടി കൊടുക്കാല്ലേ? എന്തേ തരണമെന്നൊരു നിർബന്ധമല്ല
എന്നാലും ഇപ്പൊ എന്റെ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ, എനിക്ക് തരുന്നേ വേണ്ടേ. അബു, യെസ് ടീച്ചർ. അബു, നീയാണോ ഓല് രണ്ടാളും മോശക്കാരാക്കുന്നത് കേട്ടോ. ഓൾക്ക് രണ്ടാൾക്കും നല്ലോണം പഠിക്കാൻ വയ്ക്കും. നിന്റെ ഒപ്പം നടന്നിട്ട് ഓല് രണ്ടാളും വഴി തെറ്റി പോണത്. അല്ലാതെ ഓളെ കുഴപ്പം കൊണ്ടല്ലേ. ഓളെ കുഴപ്പമുണ്ട്, അല്ല പണ്ട് പോലും നടക്കൂലല്ലോ. ഇപ്പൊ നോക്കിയൊക്കെ വിഷ്ണു 40 30 മേടിച്ചു. അത് ടീച്ചർ ഞാൻ പറയണോ? എടാ അബു, പറഞ്ഞാൽ എന്നോട് മുണ്ടേനെ ചെയ്യൂലട്ടോ. എന്തായാലും പറയണില്ല. എന്താ പറയലേ, കേക്കട്ടെ. അതൊന്നുമില്ല ടീച്ചർ, പിന്നെ പറയാം. എന്റെ മാർക്ക് എനിക്ക് അറിയണ്ടേ? എത്ര? 40 5 മാർക്ക്. അണക്കും പാറുവിനുള്ളിൽ ഈ ക്ലാസ്സിൽ ഏറ്റവും കുറവ് മാർക്കില്ലേ. ബാക്കിയുള്ളവർ കുറച്ചേലും പഠിച്ചിന കുട്ടികളാ. ഇനി നിങ്ങൾ രണ്ടാളും ബാക്കിയുള്ള കുട്ടികളെ കേടെടുത്താൽ നോക്കരുത് ദയവ് ചെയ്തിട്ട്. അങ്ങനെയല്ലേ എന്റെ ഇത്. എന്നാ പിടിച്ച ആന്റിയും പാറുവിന്റെ അമ്മനോട് മീറ്റിങ്ങിന് ഇന്നൊന്ന് വന്ന് കാണാൻ പറയണ്ടോ? അത് വേണോ ടീച്ചർ? വേണം വേണം വേണം, ഞാൻ പറയുന്നത് കേട്ടാ മതി. ഓക്കെ ടീച്ചർ. അപ്പൊ എല്ലാരും പേപ്പർ തന്നിരുന്നില്ലേ? യെസ് ടീച്ചർ. അപ്പൊ 10ന്റെ അടിയിലുള്ള എല്ലാ കുട്ടികളും നാളെ വരുമ്പോ തെറ്റിയ എല്ലാ ഉത്തരങ്ങളും 100 തവണ എഴുതി വരിക. ബാക്കിയുള്ളവര് 30ന്റെ അടിയിലുള്ളവര് 50 വട്ടം എഴുതാൻ മതി കേട്ടോ. ബാക്കിയുള്ളവര് അതിൽ കൂടുതൽ മാർക്കുള്ളവര് എഴുതണ്ട. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ വട്ടം എല്ലാവരും എഴുതിക്കോളൂ. 30ന്റെ മുകളിലുള്ള കുട്ടികള്. യെസ് ടീച്ചർ. യെസ് ടീച്ചർ. എടാ അപ്പോ നമ്മൾ പെട്ടടാ. വിഷ്ണുവിന്റെ ഒരു ഭാഗ്യം. ഓനെ നമുക്കൊന്ന് നേരാക്കി എടുക്കാണ്ട് എന്റെ അപ്പോ. അത് വേണം. എന്നേക്കാൾ കൂടുതൽ ഇവിടെ ആരും പഠിച്ചണ്ട. നിന്നേക്കാൾ കൂടുതലല്ല, ആരും പഠിച്ചണ്ട ഇവിടെ. എടാ അബു, ഇനി ആ കുട്ടീനെ വെറുതെ നിങ്ങൾ കേടെടുത്താൻ നിൽക്കണ്ട കേട്ടോ. എന്റെ അടുത്ത് പുതിരാൻ കിട്ടും നിങ്ങൾക്ക് രണ്ടാക്കും. അതിപ്പോ അതല്ല കേൾക്കും ചെയ്തോ. അത് കേട്ടോ എന്റെ മനെ. എന്താ